മക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാനൂഫ്. എടാ മക്കളെ, നമ്മുടെ SSLC പരീക്ഷ തോടെ അടുത്ത് വന്നിരിക്കുകയാണ്. മാർച്ചിലാണല്ലോ അല്ലേ? അതുപോലെ തന്നെ അതിനു മുമ്പായിട്ട് നമുക്ക് നമ്മുടെ മോഡൽ എക്സാമും ഒക്കെ വരാനുണ്ട്. അപ്പൊ മക്കൾ പാകപ്പാടെ ആദ്യം പിടിച്ചിരിക്കുകയായിരിക്കും, എങ്ങനെയാണ് ഇത്രയും ചാപ്റ്ററുകൾ ഇത്രയും സബ്ജക്റ്റുകൾ പഠിച്ചു തീർക്കാന്നൊക്കെ ആലോചിച്ചിട്ടല്ലേ. അപ്പൊ മക്കളെ ഹബീബി പേടിക്കണ്ട, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. ഒരുപാട് മക്കളായിട്ട് എന്നോട് വിളിച്ചു ചോദിക്കുന്നുണ്ട്, സാറേ പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റിയ അല്ലെങ്കിൽ നല്ല കൃത്യമായിട്ട് പഠിച്ച് A+ വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റഡി ടൈം ടേബിൾ ഒന്ന് തരുമോ എന്ന് ചോദിച്ചിട്ട് കുറെ പിള്ളേർ വാട്സപ്പ് ചോദിക്കുന്നുണ്ട്, കുറെ പിള്ളേർ യൂട്യൂബ് ചോദിക്കുന്നുണ്ട്, നേരിട്ട് കുറെ പിള്ളേർ ചോദിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു കറക്റ്റ് മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. പേടിക്കേണ്ട മക്കളെ, ഇന്ന് ഞാൻ തരുന്ന ഈ ഒരു സ്റ്റഡി ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കുകയാണെങ്കിൽ മക്കളെ, നിങ്ങളൊരു ഏവറേജ് സ്റ്റുഡന്റ് ആണെങ്കിൽ, അതായത് ഒരു പകുതി വരെ നിങ്ങൾ ഇപ്പോൾ പഠിച്ചിട്ടുള്ളെങ്കിൽ പോലും നിങ്ങൾക്ക് A+ലേക്ക് സിമ്പിൾ ആയിട്ട് എത്താം. ഇനി അതിന്റെ താഴെ പഠിച്ചവരാണെങ്കിലും ട്രൈ ചെയ്താൽ, ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മക്കളെ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് A+ വാങ്ങാം. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങിയാലോ മക്കളെ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ. സംഭവം വേറെ ഒന്നല്ല, നമ്മളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണ്? അതിൽ ഒന്നാമത്തേത് നമുക്കൊരു ലക്ഷ്യമാണ് അല്ലേ. അപ്പൊ ഇപ്പൊ നിങ്ങൾ വെച്ചിരിക്കേണ്ട ലക്ഷ്യം എന്താടാ? നിങ്ങൾക്ക് ഈ ഒരു SSLC എക്സാമിൽ 10 A+ കിട്ടണം. ഓരോരുത്തർക്ക് ഓരോ ഡ്രീമാണ്. ചിലർക്ക് 8 A+ ആയിരിക്കും, ചിലർക്ക് 9 A+ ആയിരിക്കും, ചിലർക്ക് 5 ആയിരിക്കാം, ചിലർക്ക് പാസ് ആയിരിക്കാം. എന്നാലും നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ടാർഗറ്റ് വെക്കുക. എല്ലാവരും എന്ത് ചെയ്യുക? ഫുൾ A+ എനിക്ക് നേടണം എന്ന് തന്നെ കരുതുക. കുന്നോളം മോഹിച്ചാലല്ലടാ കുന്നിക്കുരോളെങ്കിലും കിട്ടുള്ളൂ അല്ലേ, നമ്മുടെ കുഞ്ഞണ്ണി മാഷ് പറഞ്ഞ പോലെ. അപ്പൊ മക്കളെ, മാക്സിമം നിങ്ങൾക്ക് A+ നേടാൻ കഴിയും, A+ നേടണം എന്നുള്ളൊരു ടാർഗറ്റ് വെക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തന്നെ മക്കൾ ചെയ്യേണ്ടത്. ഇനി ആ ടാർഗറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 2 എബിലിറ്റികൾ വേണം, 2 കഴിവ്. അതെന്താടാ? അതൊന്ന് നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് ആണ്, മാനസികാരോഗ്യം. രണ്ടാമത്തത് ഫിസിക്കൽ സ്ട്രെങ്ത് ആണ്, ഓക്കെ, നമ്മുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യം. ഇത് രണ്ടും മക്കൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സും അതുപോലെ തന്നെ അതിനുവേണ്ടി തയ്യാറെടുക്കാനുള്ള ഒരു ശാരീരികമായ കരുത്തുണ്ടെങ്കിൽ ഹബീബി, പിന്നെന്തിനു നമ്മൾ ടെൻഷൻ അടിക്കണം? നമുക്ക് തീർച്ചയായിട്ടും A+ കിട്ടിയിരിക്കും. ഓക്കെ, അപ്പൊ മക്കളെ, എങ്ങനെയാണ് A+ലേക്ക് എത്താൻ നോക്കല്ലേ? എന്നാ പിന്നെ പോന്നോടി. പിന്നെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് 2 ഗുണം. പരീക്ഷയിൽ A+ നേടുകയും ചെയ്യുക, അല്ലെങ്കിൽ മികച്ച മാർക്ക് നേടുകയും ചെയ്യുക. പോരാത്തതിന് നിങ്ങൾക്ക് ഇതാ നല്ല ഫിസിക്കും നേടാം, നല്ല ആരോഗ്യം നേടാം. ഓക്കെ, ആരോഗ്യം ശരീരത്തിന് മാത്രമല്ല മൈൻഡിനും നല്ല ആരോഗ്യം നേടാം. അത് നിങ്ങൾക്ക് മുന്നോട്ടുള്ള പരീക്ഷകളിലും അതുപോലെ തന്നെ മുന്നോട്ടുള്ള പ്രയാണങ്ങളിലും ഗുണം ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഏതായാലും മക്കളെ, നമുക്ക് ഇവിടെ നോക്കാം. 10 സബ്ജക്റ്റിലാണ് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് പഠിക്കാനുള്ള 10 സബ്ജക്റ്റ്, പക്ഷെ ഞാനിവിടെ 11 സബ്ജക്റ്റ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അത് വേറൊന്നല്ല, സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞ വലിയൊരു സബ്ജക്റ്റ് ഉണ്ട് അല്ലേ. അതിനെ ഞാൻ ഹിസ്റ്ററി ജോഗ്രഫി എന്ന് പറഞ്ഞിട്ട് 2 പാർട്ടായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ടോട്ടൽ ഒരു 11 വിഷയങ്ങൾ പഠിക്കാനുണ്ട് എന്ന് മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് അസ്യൂം ചെയ്യുക. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഈ 11 സബ്ജക്റ്റിൽ നിങ്ങൾക്ക് ഏറ്റവും ടഫ് ഉള്ള ഒരു 5 ടോപ്പിക്, 5 സബ്ജക്റ്റ് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുക. ഓക്കെ, അതായത് ചിലർക്ക് മാത്സ് ആയിരിക്കും ടഫ്, ചിലർക്ക് ഫിസിക്സ് ആയിരിക്കും, ചിലർക്ക് കെമിസ്ട്രി ആയിരിക്കും. എന്തായാലും നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു 5 ടോപ്പിക്, 5 സബ്ജക്റ്റുകൾ ലെഫ്റ്റ് സൈഡിലേക്കും 5 സബ്ജക്റ്റ് റൈറ്റ് സൈഡിലേക്കും മാറ്റി വെക്കുക. നിങ്ങളൊന്ന് എഴുതി വെച്ചാൽ മതി. ഓക്കെ, അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ഞാനത് ഇവിടെ എന്ത് ചെയ്യുന്നില്ല, ചാർട്ട് ചെയ്യുന്നില്ല. എന്തായാലും ഒരു ശരാശരിക്കാരനായ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കോമൺ ആയിട്ട് ടഫായിട്ട് വരുന്ന സബ്ജക്റ്റുകൾ മാത്സ്, അതേപോലെ തന്നെ ഫിസിക്സ്, പിന്നെ കെമിസ്ട്രി, പിന്നെ മലയാളം മീഡിയം വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിലും ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്കും പൊതുവെ ടഫായിട്ട് വരുന്ന ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്, പിന്നെ ഹിന്ദി. ഇത്രയും സബ്ജക്റ്റുകളാണ് പൊതുവെ ടഫായിട്ട് മാറാറുള്ളത്. പിന്നെ ചില കുട്ടികൾക്ക് വായിക്കാൻ മടിയുള്ള മടിയന്മാരുണ്ടാവും, അങ്ങനെയുള്ളവർക്ക് ഹിസ്റ്ററിയൊക്കെ ടഫായിട്ട് വരും. എന്തായാലും കോമൺ ആയിട്ട് ഈ ആദ്യത്തെ 5 സബ്ജക്റ്റുകളാണ് SSLCക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് കുട്ടികൾക്ക് തോന്നാറുള്ളത്. ഇതിൽ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ 4 സബ്ജക്റ്റാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് A+ നഷ്ടപ്പെടുന്നത് ഈ ഒരു 4 സബ്ജക്റ്റുകളിലായിരിക്കും. അതിലൊന്ന് നമ്മുടെ വില്ലനായ മാത്സ് തന്നെയാണ്. മാത്സ് ചിലർക്ക് ഭയങ്കര എളുപ്പമായിരിക്കും, പക്ഷേ ഒരു 90% കുട്ടികൾക്ക് മാത്സ് ടഫായിരിക്കും അല്ലേ. പിന്നെ ഫിസിക്സ് ആണ്. മാത്സ് ടഫായിരുന്ന മിക്ക കുട്ടികൾക്കും എന്തായിരിക്കും, ഫിസിക്സും ചെറുതായിട്ട് ടഫായിരിക്കും. പിന്നെ കെമിസ്ട്രി, പൊതുവെ എനിക്ക് വരെ SSLCക്കൊക്കെ ഏറ്റവും പേടി സ്വപ്നമായിരുന്നത്, പഠിക്കാൻ തീരെ ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു കെമിസ്ട്രിയൊക്കെ. സ്വാഭാവികമായിട്ടും കുറെ കുട്ടികൾക്ക് കെമിസ്ട്രി പഠിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അത് ടഫുള്ള കുറെ കുട്ടികളുണ്ടായിരിക്കും. പിന്നെ ഇംഗ്ലീഷിന്റെ കാര്യം മക്കൾക്ക് അറിയാലോ. ഇംഗ്ലീഷിൽ ഒരു ഏവറേജ് കുട്ടിയാണെങ്കിൽ തന്നെ ഒരു 60 മാർക്ക് വരെയൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് വാങ്ങാൻ കഴിയും. അതായത് നമ്മുടെ അപ്രീസിയേഷൻ ആയാലും റൈറ്റപ്പ് ആയാലും നരേഷൻ ആയാലും അതുപോലെ തന്നെ ഡയറി, ലെറ്റർ, ഇങ്ങനെയുള്ള വലിയ മാർക്കിന്റെ ക്വസ്റ്റ്യൻസിലൊന്നും നമുക്ക് കാര്യമായിട്ട് മാർക്കൊന്നും പോകില്ല. അത്യാവശ്യം വൃത്തിയുള്ള ഒരു ഹാൻഡ് റൈറ്റിംഗ് ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ മാർക്ക് ഈസി ആയിട്ട് കിട്ടും. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ A+ നഷ്ടപ്പെടുത്ത ഇംഗ്ലീഷിലെ ഗ്രാമറിന്റെ കാര്യത്തിലാണ്. ഒരു 10-30 മാർക്ക് വരെ ഗ്രാമർ വരും അല്ലേ. ആ ഗ്രാമർ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് A+ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് ഗ്രാമർ കുറച്ച് കുട്ടികൾക്ക് നല്ല ടഫായിരിക്കും, ചിലർക്ക് നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ കുട്ടികൾക്കും A+ നഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ഇംഗ്ലീഷ് ആയിട്ട് ഞാൻ പറയുന്നത്. ഓക്കെ, അങ്ങനെ തന്നെയാണ് സാധാരണ സംഭവിക്കാറുള്ളത്. അപ്പം ഈ 4 സബ്ജക്റ്റ് മക്കൾ എന്തായാലും നല്ല ഡീപ്പായിട്ട് തന്നെ പഠിക്കണം. അപ്പൊ എങ്ങനെ പഠിക്കണം എന്നുള്ളതല്ലേ, ടൈം ടേബിൾ അല്ലേ വേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ പഠിക്കാനുള്ള ടൈം ടേബിൾ എന്ന്. മക്കളെ, അതുകൊണ്ട് ഇതാണ് നിങ്ങൾക്കുള്ള ടൈം ടേബിൾ. ഈ ഒരു ടൈം ടേബിൾ കൃത്യമായിട്ട് ഒരു ദിവസത്തെ മൊത്തം ചാർട്ടാണ് നമ്മുടേത്. ഇത് ഇനി ഇവിടെ അങ്ങോട്ട് ഇന്ന് ഈ വീഡിയോ കാണുന്ന മുതൽ നിങ്ങൾ അങ്ങോട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസം
ദിവസത്തെ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ഫുൾ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഫിസിക്, നല്ലൊരു ആരോഗ്യം കൂടി കിട്ടും. അതാണ് ഇതിന്റെ ബെനിഫിറ്റ് കേട്ടോ. വെറുതെ പഠനത്തിൽ മാത്രമല്ല, നിങ്ങൾക്ക് മെന്റൽ ഫിസിക്കൽ ഹെൽത്ത് കൂടി ഒരു ടൈം ടേബിൾ കറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അതെങ്ങനെയാണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. വീഡിയോ ഫുൾ ആയിട്ട് കാണാം. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ മാമന്റെ അടുത്ത് ചോദിക്കാൻ വരരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക. രാവിലെ തന്നെ മക്കൾ എന്ത് ചെയ്യണം എന്നറിയടാ, കുറച്ച് റിസ്ക് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ റിസ്ക് എടുത്താലടാ നമുക്ക് റിസ്ക് കിട്ടുള്ളൂ അല്ലേ. അപ്പൊ മക്കൾ ഫസ്റ്റ് തന്നെ 5 മണിക്ക് എഴുന്നേൽക്കണം. കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ആദ്യമായിട്ട് ചെയ്യുമ്പോൾ. ആദ്യത്തെ ഒരാഴ്ചയൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ചിലപ്പോൾ പാരന്റ്സിനെ ഏൽപ്പിക്കേണ്ടി വരും, പാരന്റ്സ് ചവിട്ടി കുത്തിക്ക് എഴുന്നേൽപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ അലാം ക്ലോക്ക് വെക്കേണ്ടി വരും, ചിലവരെ കുടം വെള്ളമൊക്കെ ഒഴിക്കേണ്ടി വരും. എന്തായാലും വേണ്ടില്ല, ആദ്യത്തെ ഒരാഴ്ച കഷ്ടപ്പെടേണ്ടി വരുള്ളൂ. പിന്നെ നിങ്ങൾ താനെ എഴുന്നേറ്റുള്ളൂ. ഇതിനൊക്കെ ആദ്യം തന്നെ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ആക്സെപ്റ്റ് ചെയ്യും കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ എപ്പോഴും കാണുന്ന ഭാഗത്ത് ചുമരിൽ തന്നെ എഴുതി ഒട്ടിച്ചേക്കുക, എനിക്ക് ഫുൾ A+ കിട്ടും, ഞാനത് നേടിയിരിക്കും എന്നൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ കാണുമ്പോൾ ആദ്യമൊക്കെ നമുക്കൊരു കോമഡി ആയിട്ടൊക്കെ തോന്നും. പക്ഷേ പിന്നെ നമ്മളിങ്ങനെ വീണ്ടും അതിങ്ങനെ എല്ലാ ദിവസവും ഉറങ്ങാൻ നേരത്തും എഴുന്നേൽക്കുമ്പോഴൊക്കെ അത് കണ്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനകത്തേക്ക് അത് സ്റ്റോർ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അറിയാതെ നിങ്ങൾ എഴുന്നേൽക്കും. അതായത് നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ ഉറക്കത്തെ കെടുത്തും. ഓക്കെ, ലക്ഷ്യം ഉറക്കത്തെ കെടുത്തുമ്പോഴാണ് നമുക്ക് ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുക. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾ എത്തും, അതിലേക്ക് നിങ്ങൾ എത്തും, പേടിക്കേണ്ട. അപ്പൊ എന്തായാലും നമ്മൾ എന്ത് ചെയ്യുന്നു, 5 മണിക്ക് എഴുന്നേൽക്കുന്നു. 5 മണിക്ക് അല്ലെങ്കിൽ ഒരു 4:50 ആകുമ്പോഴെങ്കിലും എഴുന്നേൽക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, ബ്രഷൊക്കെ തേച്ചുകൊണ്ട് ഒന്ന് മുഖമൊക്കെ ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഓക്കെ നിങ്ങൾ നേരെ പഠിക്കാനിരിക്കുക. അപ്പോഴേക്കും അമ്മയോട് പറയാ എന്ത് ചെയ്യുക, പഠിക്കാനിരിക്കുന്നതിന്റെ സമയത്ത് ഒന്നുകിൽ ഒരു നേന്ത്രപ്പഴമോ അതല്ലെങ്കിൽ ഒരു എഗ്ഗ് ബോയിൽ ചെയ്ത്, അതായത് കോഴിമുട്ട പുഴുങ്ങിയതോ അല്ലെങ്കിൽ ഒരു ഓട്സ്. ഏറ്റവും നല്ലത് പഠിക്കാനിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റിയൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഓട്സ്. അത് ആദ്യമൊക്കെ ചിലപ്പം ആദ്യമായിട്ട് കഴിക്കുന്നവർക്ക് തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയാണ്. നല്ല മെന്റൽ ഹെൽത്ത്, നല്ല ഫിസിക്കൽ ഹെൽത്ത് ഒക്കെ കിട്ടുന്ന സാധനമാണ്. നിങ്ങൾക്ക് മെമ്മറി പവർ വർദ്ധിക്കാനും നല്ല പ്രോട്ടീനൊക്കെ കിട്ടി നല്ല ആരോഗ്യമൊക്കെ ഉണ്ടാവാനൊക്കെ അടിപൊളി സാധനമാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അതിൽ ഏതെങ്കിലുമൊക്കെ കുടിക്കുക, ഒരു ഡ്രിങ്ക്സ്, ഒരു ഓട്സ് ഒക്കെ കുടിക്കുക. കഴിയുന്നത് നിങ്ങൾ കഫീൻസ്, അതായത് നമ്മുടെ കോഫി, ടീ എന്നുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. അതൊക്കെ നമ്മുടെ മൈൻഡിനെ മരവിപ്പിക്കുന്ന സാധനങ്ങളാണ്. താൽക്കാലിക എനർജി മാത്രമേ നൽകുള്ളൂ. അപ്പോൾ ശരീരത്തിന് കേടാണ്. അപ്പോൾ അതുകൊണ്ട് ചായയും കാപ്പിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കാലത്തിൽ നിങ്ങൾ ഒഴിവാക്കുക. പകരം നിങ്ങൾ ഓട്സ് ഒക്കെ പോലുള്ള സാധനങ്ങളൊക്കെ കഴിക്കുക. അതേപോലെ തന്നെ നല്ല നേന്ത്രപ്പഴം കഴിക്കുക, അല്ലെങ്കിൽ കോഴിമുട്ട കഴിക്കുക. അങ്ങനെ നിങ്ങൾ രാവിലെ തന്നെ ഇതൊക്കെ പഠനത്തിന്റെ ഇടയിൽ നടന്നോട്ടെ. ഓക്കെ, എന്നിട്ടൊരു 5 to 6 മണി വരെ, അല്ലെങ്കിൽ 5:10 മുതൽ 6 മണി വരെ മക്കൾ ഏറ്റവും ടഫുള്ള മാത്സ് പഠിക്കുക. ഓക്കെ, അപ്പൊ രാവിലെ തന്നെ മക്കൾ എന്താ പഠിക്കേണ്ടത്, മാത്സ് പഠിക്കുന്നു. ആ മാത്സ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു 5-10 മിനിറ്റോ ഒന്ന് റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഉറങ്ങാനല്ല പറഞ്ഞത്, ഒന്ന് ഫ്രീ ആവുക. എന്നിട്ട് അടുത്ത ചാപ്റ്റർ സബ്ജക്റ്റിന്റെ ബുക്കൊക്കെ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ എടുത്ത് വെക്കുക. അപ്പോൾ നിങ്ങളൊന്ന് റിലാക്സ് ആവും. റിലാക്സ് ആയതിനു ശേഷം മക്കൾ ഒരു 6:10 മുതൽ ഒരു 7 മണി വരെ മക്കൾ എന്ത് ചെയ്യുക, ബയോളജി പഠിക്കുക. അതെന്താ ഞാൻ ബയോളജി പഠിക്കാൻ പറഞ്ഞെന്ന് വിചാരിച്ചാൽ, ഈ നമ്മളൊരു ടഫുള്ള സബ്ജക്റ്റ് പഠിച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, എളുപ്പമുള്ള സബ്ജക്റ്റ് പഠിക്കണം. കാരണം മാത്സ് പൊതുവേ നമുക്ക് ടഫ് ആയതുകൊണ്ട് നമ്മൾ എഴുതി പഠിക്കണം അല്ലേ. മാത്സ് ഒക്കെ എഴുതി തന്നെ പഠിക്കണേ. അങ്ങനെ നമ്മൾ എഴുതി ഒരു 2-3 പ്രോബ്ലം ഒക്കെ എഴുതി പഠിച്ചതിന് ശേഷം നമുക്ക് ആകെ ചടക്കും. ഓക്കെ, നമുക്ക് ചിലപ്പം വീണ്ടും ഉറക്കം വരും, ആകെ ബോറടിക്കും. ആ ബോറടിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടി എളുപ്പമുള്ള നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് പഠിക്കുക. ഇനി ബയോളജി അല്ല, നിങ്ങൾക്ക് അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, ഈവൻ മലയാളം സെക്കൻഡ്, ഇങ്ങനെ ചിലപ്പോൾ ഹിന്ദി നല്ല ഇൻട്രസ്റ്റിംഗ് ഉള്ള കുട്ടികളുണ്ടാവാം, ഇംഗ്ലീഷ് ഇൻട്രസ്റ്റിംഗ് ഉള്ള കുട്ടികളുണ്ടാവും. എന്തായാലും നിങ്ങൾ ഈ ടഫുള്ള പോർഷൻസ് പഠിച്ചതിന് ശേഷം പിന്നെ എളുപ്പമുള്ള ഒരു സബ്ജക്റ്റ് അങ്ങനെ മാറി പഠിക്കുക. അല്ലാതെ ഫുള്ള് ടഫുള്ള തന്നെ അടുപ്പിച്ച് പഠിക്കുക, ഫുള്ള് എളുപ്പമുള്ള തന്നെ അടുപ്പിച്ച് പഠിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചടക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു ടഫുള്ള പഠിച്ച് നമ്മൾ ടയേർഡ് ആകുമ്പോൾ പിന്നെ എളുപ്പമുള്ള പഠിക്കുക, വീണ്ടും ടഫുള്ള പഠിക്കുക. അങ്ങനെയാണ് മക്കൾ ചെയ്യേണ്ടത്. പിന്നെ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് സമയം പഠിക്കേണ്ട അങ്ങനെയുള്ള ടൈം ടേബിൾ അല്ലത്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഏതൊരു ഏവറേജ് കുട്ടിക്കും ഫോളോ ചെയ്യാൻ പറ്റിയ സിമ്പിൾ ടൈം ടേബിൾ ആണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ എക്സാമ്പിളിന് നിങ്ങൾ ബയോളജി, നിങ്ങൾ ഇതേ ടൈം ടേബിൾ തന്നെ ഫോളോ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അപ്പം നമ്മൾ ബയോളജി പഠിക്കുന്നു. ബയോളജി പഠിച്ചതിന് ശേഷം ഇത് ഞാനൊരു ട്യൂഷൻ ക്ലാസ്സിൽ പോകുന്ന ഒരു കുട്ടിയുടെ കാര്യമാണ്, ഒരു ടൈം ടേബിളാണ് ഞാൻ തന്നിരിക്കുന്നത്. പിന്നെ സ്കൂളിൽ നിങ്ങൾ ഇനി പോകണമെന്നൊന്നുമില്ല. സ്കൂളിൻ്റെ കഥയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടല്ലോ, ചാപ്റ്ററുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സ്കൂളിൻ്റെ കഥ കഴിഞ്ഞൊന്നുമല്ല, സ്കൂളിലെ പഠിത്തമൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കാര്യമായിട്ട് ക്ലാസ്സുകളൊന്നും നടക്കാറില്ല. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ പോകണം നിർബന്ധമൊന്നുമില്ല. സ്കൂളിൽ പോവാതെ പഠിക്കേണ്ട ഒരു ടൈം ടേബിളാണ് ഞാനിവിടെ തന്നിരിക്കുന്നത്. അപ്പം വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾ ഇനിയുള്ളൊരു മാസം നന്നായി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് A+ കിട്ടും. അപ്പം ഏതായാലും ട്യൂഷന് നിങ്ങൾ പോകുന്നതാണ് നല്ലത്. ട്യൂഷന് പോകുന്ന കുട്ടികൾ കേട്ടോ, പോവാത്ത കുട്ടികളാണെങ്കിൽ കുറച്ചുകൂടി സമയം നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ സമയം പഠിക്കാൻ കിട്ടും. അപ്പോൾ എന്തായാലും ട്യൂഷനൊക്കെ സാധാരണ ഏറൊക്കെയാണ് സാധാരണ തുടങ്ങാറുള്ളത്. അപ്പോൾ ഞങ്ങളവിടെ ഏറൊക്കെയാണ് ട്യൂഷൻ തുടങ്ങാറുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ടൈം ടേബിൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 7:30 മുതൽ ഒരു 10 മണി വരെ ട്യൂഷൻ ടൈം ആയിരിക്കും അല്ലേ. ഒരു 9 മണി വരെയൊക്കെ ട്യൂഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഒരു 10 മണിക്ക് നമ്മൾ വീട്ടിൽ തിരിച്ചെത്തുന്നു വിചാരിക്കുക. ആ 10 മണി മുതൽ 11:30 വരെ പഠിക്കാനല്ല പറഞ്ഞത്. എന്താ അവിടെ പറഞ്ഞത്, വർക്കൗട്ട് ആൻഡ് റിഫ്രഷ് ടൈം എന്നാണ് പറഞ്ഞത്. നിങ്ങൾ വീട്ടിലെത്തുന്നു, നിങ്ങൾ എന്തെങ്കിലും ലഘുഭക്ഷണം, നിങ്ങളുടെ വീട്ടിൽ രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിന്റെ ബാക്കിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞ അരി പഴമോ, അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ചെറുപയർ മുളപ്പിച്ചത്, തലേ രാത്രി ചെറുപയർ മുളപ്പിച്ചതോ അല്ലെങ്കിൽ കടല മുളപ്പിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽത്തിന് നല്ല ബെനിഫിറ്റ് ആണ്, മെമ്മറി പവറും വരും. ഓക്കെ, അത് മുളപ്പിച്ചിട്ട് പച്ചക്ക് കഴിക്കാം, അല്ലെങ്കിൽ വേവിച്ചിട്ട് കഴിക്കാം, അല്ലെങ്കിൽ പഞ്ചസാര ഇട്ട് കഴിക്കാം, ഉപ്പിട്ട് കഴിക്കാം. അതൊക്കെ നിങ്ങളുടെ പേരൻസ് ഉണ്ടാക്കി തരും. അതൊക്കെ നേരത്തെ പറഞ്ഞു കൊടുക്കണം. ഈ വീഡിയോ നിങ്ങളുടെ പേരൻസിനും കൂടി കാണിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം പേരൻസ് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്തു തന്നോളൂ. നിങ്ങളുടെ പേരൻസും കൂടി നിങ്ങളുടെ കൂടെ കട്ടക്ക് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആരോഗ്യമൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ മാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യുന്നു, വർക്കൗട്ടൊക്കെ ചെയ്യുന്നു. വർക്കൗട്ട് എന്ന്
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഹാർഡ് വർക്ക് ഒരിക്കലും ചെയ്യരുത്. അതായത് വെയിറ്റ് ഒക്കെ എടുത്ത് കണ്ട് ജിമ്മിലൊക്കെ പോയിട്ടുള്ള പരിപാടിയൊന്നും വേണ്ട. ജിമ്മിൽ പോണ കുട്ടികളെ കണ്ട് ജിമ്മൊക്കെ കണ്ട് നിർത്തിയേക്കണ്ടി അതിനൊന്നും ആവശ്യം ഇപ്പം നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് വേണം വീട്ടിൽ നിന്ന് പുഷപ്പ് എടുക്കാം, പുള്ളപ്പ് എടുക്കാം. അതേപോലെ തന്നെ വേണമെങ്കിൽ ഇനി അതൊന്നും എടുക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണ് ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യാം, ചുമ്മാ ജമ്പിങ് ചെയ്യാം, ചാടാം. ഒന്ന് വേർക്കണം, ഒന്ന് ശരീരം മനസ്സൊക്കെ ഒന്ന് വേർത്ത് ശാന്തമാവണം എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് കുളിക്കുക, എന്നിട്ട് വീണ്ടും കുറച്ചൊന്ന് ഭക്ഷണം കഴിക്കുക, അത്യാവശ്യം ഒന്ന് ഭക്ഷണം കഴിക്കുക. അതും ഈ ഓട്സ് ഒക്കെ തന്നെയാണ് ഈ ഗ്യാപ്പുകളിലൊക്കെ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനം. അപ്പോൾ ഓട്സ് മറക്കണ്ട. ഓക്കെ, ഈ ബൂസ്റ്റ് ഹോർലിക്സ് തേങ്ങ മാങ്ങ ഒക്കെ കഴിക്കുന്നതിന് പകരം ഇങ്ങനത്തെ ഓട്സ് പോലുള്ള പാനീയങ്ങൾ, ജ്യൂസ്, ഓക്കെ ജ്യൂസൊക്കെ പല വെറൈറ്റി ജ്യൂസുകൾ കഴിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഫ്രൂട്ട്സുകൾ കഴിക്കുക. ഇങ്ങനെയുള്ള ഗ്യാപ്പുകളിലൊക്കെ എപ്പോഴും തിന്നുകൊണ്ടിരിക്കരുത്. ഞാൻ പറയുന്ന ഈ ഗ്യാപ്പുകളിലൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പഠനത്തിൻ്റെ ഇടയിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എപ്പോഴും ഒരു വാട്ടർ ബോട്ടിൽ നിങ്ങളുടെ കയ്യിൽ വേണം. വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കണം. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാൻ പറഞ്ഞു. ആ എഴുന്നേറ്റ ഉടൻ തന്നെ ഒരു 2 ഗ്ലാസ് വെള്ളമെങ്കിലും നിങ്ങൾ കുടിച്ചിരിക്കണം. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി നിൽക്കണം. ബോഡി പാർട്സുകളൊക്കെ, ബോഡിയല്ല നമ്മുടെ ഇന്റേണൽ പാർട്സുകളൊക്കെ. അപ്പോഴാണ് നമുക്ക് അതിനനുസരിച്ചുള്ള എന്ത് വരിക, ഡീഹൈഡ്രേഷൻ വരാതെ കൂടുതൽ മെമ്മറി പവർ വരും. നമ്മുടെ മറ്റുള്ള ഇന്റേണൽ വർക്കുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് നടക്കും. സോ വെള്ളം കുടിക്കാൻ മറക്കരുത്. ഇതൊക്കെ പഠനത്തിനെയും ആരോഗ്യത്തിനെയും ബാധിക്കുന്ന കാര്യങ്ങളാണ്. ശ്രദ്ധിക്കാം. ദെൻ അടുത്തെന്ത് ചെയ്യുക, നമ്മളൊരു 10-11 വരെ നമ്മൾ ഈ വർക്കൗട്ട്, റിഫ്രഷ്മെന്റ്, ടെൻഷനൊക്കെ തീർത്ത് നമ്മൾ നല്ല റിലാക്സ് ആയി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും അല്ലേ. ഒരു കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഉഷാറാവും. ആ ഉഷാറിന് ശേഷം 11:30 മുതൽ 12:30 വരെ നമ്മൾ അടുത്ത ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റായ ഫിസിക്സ് പഠിക്കുന്നു. സബ്ജക്റ്റൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ടോട്ട് മാറ്റട്ടോ, ഞാൻ ഓപ്ഷൻ പറയാണ്. ദെൻ ഒരു മണിക്കൂർ നമ്മൾ ഫിസിക്സ് പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 12:30 മുതൽ 3 മണി വരെ വീണ്ടും നമുക്ക് റെസ്റ്റിംഗ് ടൈം ആടാ. അതിനിടയിൽ നമ്മൾ ലഞ്ച് കഴിക്കുന്നു. 12:30ക്കും 1 മണിക്കിടയിൽ നമ്മൾ ലഞ്ച് കഴിക്കുന്നു. കുറച്ച് റെസ്റ്റ് എടുക്കുന്നു. ഉറങ്ങുന്നവർക്ക് ഉറങ്ങാം, പക്ഷെ ഉറങ്ങണം നിർബന്ധമൊന്നുമില്ല. ഉറങ്ങുന്നവർക്ക് ഉറങ്ങാം, അല്ലെങ്കിൽ വല്ല മ്യൂസിക് കേൾക്കാം. ഒരു കാരണവശാലും നിങ്ങൾ ഫോണ്, TV ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്. പകരം നിങ്ങൾക്ക് മ്യൂസിക് വേണമെങ്കിൽ കേൾക്കാം, ഒന്ന് റിലാക്സ് ചെയ്യാം. അതല്ലെങ്കിൽ എൻ്റെ വീട്ടുകാരോട് വർത്താനം പറഞ്ഞിരിക്കാം, അമ്മയെ അടുക്കളയിൽ സഹായിക്കാം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഒന്ന് റിലാക്സ് ആവും. ഫ്രണ്ട്സിനായിട്ട് സംസാരിക്കുക, അയൽവക്കത്തൊക്കെ വല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക. അങ്ങനെ ഒരു 3 മണി വരെ നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കുക എന്നുള്ളത്. നിങ്ങളുടെ ബോഡിക്ക്, മനസ്സിനും ശരീരത്തിനും ഒന്ന് റെസ്റ്റ് എടുക്കുക. അതിനുശേഷം 3 മണി മുതൽ 4 മണി വരെ വീണ്ടും നമ്മൾ യുദ്ധം തുടങ്ങുകയാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രി. അതായത് നമ്മൾ വീണ്ടും റിഫ്രഷ് ചെയ്തുകൊണ്ട് നമുക്ക് ഏറ്റവും ടഫുള്ള മറ്റൊരു സബ്ജക്റ്റായ കെമിസ്ട്രി എടുക്കുന്നു. 4 മണിക്ക് ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കുക. ഒരു 10 മിനിറ്റോളം ബ്രേക്ക് എടുത്തതിന് ശേഷം ഒരു 4:10 മുതൽ 5 മണി വരെ, അല്ലെങ്കിൽ എന്താണ് അതിനിടയിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ബ്രേക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു 5 മണി വരെ മലയാളം സെക്കൻഡ് പഠിക്കുന്നു. മലയാളം സെക്കൻഡൊക്കെ നമുക്ക് എത്ര ടയേർഡ് ആയാലും ഈസി ആയിട്ട് പഠിക്കാൻ പറ്റിയ കഥകളൊക്കെയാണല്ലോ. അപ്പോൾ മലയാളം സെക്കൻഡ് നമ്മൾ വായിച്ച് പഠിക്കുന്നു. അതിനുശേഷം പിന്നെ 5 മണി മുതൽ 7 മണി വരെ നമുക്ക് ഫ്രീ ടൈം ആണ്. ഫ്രീ ടൈമാണ്. ആ 5 മണി മുതൽ 7 മണി വരെ വീണ്ടും നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതേപോലെ പുഷപ്പ് എടുക്കാം, പുള്ളപ്പ് എടുക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ യോഗ ചെയ്യാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോയിട്ട് ഫുട്ബോളോ ക്രിക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കളിക്കാം. അത് കളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കയ്യും കാലും ഓടിക്കാം, കളിക്കാം. ഓക്കെ, മറ്റു പരീക്ഷ കൊള്ളാവും. പിന്നെ അതേപോലെ നിങ്ങൾക്ക് കൂട്ടുകാരുടെ അടുത്ത് പോവാം, സംസാരിച്ചിരിക്കാം. ഇങ്ങനെയുള്ള എല്ലാ റിഫ്രഷ്മെന്റും ചെയ്യാം. അതിനിടയ്ക്ക് ലഘുഭക്ഷണം കഴിക്കാൻ മറക്കരുത്. ചായ അല്ല, ഞാനിവിടെ ടീ ടൈം എന്നാണ് ഇട്ടത്. ടീ ടൈം ഇട്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ചായ കുടിക്കരുത്. പകരം നിങ്ങൾ എന്ത് ചെയ്യുക, ചായ ഒരു നേരം കുടിച്ചു കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ചായ ഒഴിവാക്കാൻ പറ്റാത്തവരാണ് ഒരു നേരമൊക്കെ കുടിച്ചോ. ഒരുപാട് ചായ കുടിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ സമയത്ത് ജ്യൂസ് കുടിക്കാം, അതല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ഓട്സ് കുടിക്കാം. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, കുറച്ച് ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. ഒരു നേരമൊക്കെ വേണമെങ്കിൽ വൈകുന്നേരം നിങ്ങൾ എന്ത് ചെയ്തോളൂ, പൊരിച്ചൊക്കെ കഴിച്ചോളൂ. പക്ഷേ കൂടുതൽ പൊരിച്ചത്, സ്നാക്സ്, ഫാസ്റ്റ് ഫുഡ് ഇങ്ങനെയൊക്കെയുള്ള സാധനം, ലേസ്, തേങ്ങ, മാങ്ങ, പൊരിച്ചത് കഴിച്ചൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനത്തൊക്കെ കഴിയുന്നതും ഒഴിവാക്കുക. ഒഴിവാക്കിയാൽ അത്രയും നല്ലതാണ് എണ്ണ പലഹാരങ്ങളൊക്കെ. അതൊക്കെ നിങ്ങൾക്ക് മൈൻഡ് ചടയ്ക്കാനും നിങ്ങളുടെ മെമ്മറി പവർ ലൂസാക്കാനൊക്കെ കാരണവും, നഷ്ടപ്പെടുത്താനൊക്കെ കാരണവും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പരമാവധി ഒഴിവാക്കുക. പകരം നിങ്ങൾ നല്ല ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ കഴിക്കുക. പിന്നെ അപ്പോൾ വൈകുന്നേരമൊക്കെ നല്ല എനർജി കിട്ടുന്ന ഒരുപാട് ഫുഡുകളുണ്ട്. നിങ്ങളുടെ പേരൻസിനോ പറഞ്ഞാൽ അവരുണ്ടാക്കി തരും. പിന്നെ അത് കഴിഞ്ഞിട്ട് 7 മണിക്ക് നമ്മൾ വീണ്ടും പഠിക്കാനിരിക്കുകയാണ്. 7 മണി മുതൽ 8 മണി വരെ മക്കളെ നമ്മൾ ഹിന്ദിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഹിന്ദി ടഫുള്ളവരുണ്ടാവും, എളുപ്പമുള്ളവരുണ്ടാവും. എന്തായാലും ഹിന്ദി പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 8 മണി മുതൽ 8:20 വരെ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാ ദിവസവും, ഒരു ദിവസവും ഗ്യാപ്പില്ലാതെ നിങ്ങൾ ചെയ്യേണ്ട 2 കാര്യങ്ങൾ. ആദ്യം മാത്സ് പഠിക്കുക, പിന്നെ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുക. ഇത് രണ്ടും എല്ലാ ദിവസവും ഈ കൃത്യമായ സമയത്ത് നിങ്ങൾ ചെയ്തിരിക്കണം. കാരണം ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതും തെറ്റിപ്പോകാൻ സാധ്യതയുള്ള 2 സാധനമാണ്. ഇത് ഡെയിലി ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകുന്ന കാര്യങ്ങളാണ് മാത്സും അതേപോലെ തന്നെ ഇംഗ്ലീഷ് ഗ്രാമറും. അപ്പോൾ ഇതുമായിട്ട് എപ്പോഴും നിങ്ങൾക്ക് ടച്ച് ഉണ്ടാവണം. ഡെയിലി ഒരേ മാത്സും ഒരേ ഇംഗ്ലീഷ് ഗ്രാമറും ചെയ്യണം എന്നല്ല പറഞ്ഞത്. ഇന്നിപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമറിൽ ഇഫ് ക്ലോസ് ആണ് ചെയ്യുന്നെങ്കിൽ നാളെ ക്വസ്റ്റ്യൻ ടേക്ക് പഠിക്കുന്നു, മറ്റന്നാളെ എന്ത് ചെയ്യുന്നു, റിപ്പോർട്ട് സ്പീച്ച് പഠിക്കുന്നു, വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡെയിലി ഇനി ഇവിടെ നിന്നുള്ള എല്ലാ ദിവസവും ഒരു 20 മിനിറ്റ് ഗ്രാമറിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ചിലവാക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 8:20 നമ്മൾ ഫ്രീ ആയല്ലോ. 8:20 മുതൽ 9:20 വരെ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പഠിച്ചിട്ടുള്ള ചാപ്റ്ററുകൾ നമ്മൾ ഏതാണ്ട് ഒരു 6 സബ്ജക്റ്റോളം പഠിച്ചു കഴിയും അല്ലേ. ആ 6 സബ്ജക്റ്റോളം നമ്മൾ എന്ത് ചെയ്യുന്നു, റിവൈസ് ചെയ്യുന്നു. എല്ലാം ഒന്ന് വായിച്ച് നോക്കിയിട്ട് നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ളതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുന്നു. അതെന്താ ചെയ്യേണ്ടതെന്നുള്ള ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. ഈ സാധനങ്ങൾ പഠിച്ച സാധനങ്ങൾ എങ്ങനെയാണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത്
ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് ഇത് ഒറ്റയടിക്ക് തന്നെ കേട്ടിട്ടുണ്ട് പോകരുത് കേട്ടോ, അതുകൂടി പറയാനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു 9:30 വരെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ 9:20 വരെ റിവൈസ് ചെയ്യുന്നു. അതിനുശേഷം 9:20 മുതൽ 10 മണി വരെയുള്ള സമയം നമുക്ക് ഭക്ഷണം കഴിക്കാൻ, നൈറ്റിൽ ഭക്ഷണം എന്തായാലും ഒരു ഭക്ഷണം നിങ്ങൾ മുടക്കരുത്. ഭക്ഷണം ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മെന്റൽ സ്ട്രെങ്ത്തിനും ഫിസിക്കൽ സ്ട്രെങ്ത്തിനും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു, പിന്നെ കുറച്ച് സമയം പാട്ട് കേട്ടിട്ടോ എങ്ങനെയെങ്കിലും റിലാക്സ് ചെയ്യുന്നു. അപ്പോഴും പറയാണ് ഫോൺ ഉപയോഗിക്കരുത്, ഒരു കാരണവശാലും ഫോൺ ഉപയോഗിക്കരുത്. ഫോൺ ഉപയോഗിച്ചാൽ അത് ബ്ലൂ ലൈറ്റ് ആണ്, നമ്മുടെ ഉറക്കത്തെ കെടുത്തും, നമ്മുടെ ആകെ ചടച്ചു. നമുക്ക് എന്താ വെച്ചാൽ അതുവരെ പഠിച്ചതിൻ്റെ ഒരു ഗുണവും ഇല്ലാതാവും. അതേപോലെ തന്നെ മെന്റലി നമ്മൾ വീണ്ടും ചുരുങ്ങും. ഇനി രാത്രിയല്ലേ ഇൻസ്റ്റാഗ്രാം നോക്കട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്സിന് ചാറ്റ് ചെയ്യട്ടെ എന്നൊക്കെ വിചാരിക്കുന്ന കുട്ടികളുടെ മക്കളെ, പിന്നെ നിങ്ങൾ ഇതിനു വേണ്ടി മെനക്കെട്ടിട്ട് കാര്യമില്ല, നിങ്ങളുടെ റിസൾട്ട് പകുതിയായിട്ട് കുറയും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും ഫോണൊന്നും ഉപയോഗിക്കരുത്, TV കാണരുത്. പകരം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഫോൺ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ മ്യൂസിക് മാത്രം കേൾക്കാം, ഫോണിൽ നോക്കാതെ. അതിപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയില്ലല്ലോ, അതുകൊണ്ട് തൽക്കാലം അത് ചെയ്യണ്ട. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും പുസ്തകം, വേറെ എന്തെങ്കിലും കഥാപുസ്തകം വായിക്കുക, അല്ലെങ്കിൽ ആരുടെ വർത്താനം പറഞ്ഞിരിക്കുക, ചുമ്മാ ഇരിക്കുക ചെയ്തിട്ടൊന്ന് റിലാക്സ് ചെയ്യുക. അങ്ങനെ ഒരു 10 മണിയാകുമ്പോൾ നിങ്ങൾ സുഖമായിട്ടുണ്ട് ഉറങ്ങുക. ആദ്യത്തെ ഒരാഴ്ച 10 മണിക്ക് നിങ്ങൾക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവും, കാരണം നിങ്ങൾ 10 മണിക്കൊന്നും ഉറങ്ങലുണ്ടാവില്ല. ചിലർ 12 മണിക്ക് 11 മണിക്കൊക്കെ ഉറങ്ങുന്ന കുട്ടികളുണ്ടാവും. എന്തായാലും 10 മണിക്ക് ശേഷം മക്കളെ നിങ്ങൾ പഠിക്കേണ്ട, ബോഡി വീക്ക് ആവുന്ന സമയമാണ്. ആ സമയത്ത് നിങ്ങൾ പഠിച്ചുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ 10 മണിയാകുമ്പോൾ സുഖമായിട്ട് ഉറങ്ങുക. രാവിലെ 5 മണി വരെ 7 മണിക്കൂർ സുഖമായിട്ട് ഉറങ്ങുന്നു. ആ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കണം. വെള്ളമൊക്കെ കുടിച്ച് സുഖമായിട്ട് ഉറങ്ങുക. എന്നിട്ട് രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നു, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ആ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ മാത്സ് പഠിക്കുന്നു. അടുത്ത ദിവസം മാത്സ് പഠിച്ചതിന് ശേഷം പിന്നെ ബയോളജിക്ക് പോയാലും നിങ്ങൾ ഇനി പഠിക്കാത്ത സബ്ജക്റ്റുകളിലെ ഫസ്റ്റ് ലാംഗ്വേജ്, അറബി, മലയാളം, സംസ്കൃതം അങ്ങനെയുള്ള സബ്ജക്റ്റുകളുണ്ട്. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഫിസിക്സ് ആണ്, ആ ഫിസിക്സിന് പകരം നിങ്ങൾ സോഷ്യൽ ഹിസ്റ്ററി പഠിക്കാം. പിന്നെ അതേപോലെ തന്നെ അടുത്ത ദിവസം കെമിസ്ട്രീൻ്റെ സമയം വരുമ്പോൾ എന്താണ് അവിടെ ജോഗ്രഫി പഠിക്കാം. മലയാള സെക്കൻഡിൻ്റെ സമയം വരുമ്പോൾ IT പഠിക്കാം. അങ്ങനെ നേരത്തെ പഠിച്ചിങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു 2 ദിവസം കൊണ്ട് നിങ്ങൾ 10 സബ്ജക്റ്റിലേക്കും എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആയിട്ട് 10 സബ്ജക്റ്റും കവർ ചെയ്യും. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെ കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ മക്കളെ 30 ദിവസം കൊണ്ട് നിങ്ങൾ ഫുൾ പോർഷൻസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. ഇതിൽ ഓൾറെഡി കുറേ ചാപ്റ്റേഴ്സ് നിങ്ങൾ ഓൾറെഡി ഫുൾ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് പരക്കൊല്ല പരീക്ഷയും കാക്കൊല്ല പരീക്ഷയും മോഡൽസ് പ്രീ മോഡലും ഒക്കെ കഴിഞ്ഞല്ലേ. അപ്പോൾ എന്തായാലും കുറേ പോർഷൻസ് ഒക്കെ നിങ്ങൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള പോർഷൻസ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ പോയാൽ ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും. ഇനി മക്കളെ കുറേ പിള്ളേർക്ക് ഉണ്ടാവുന്ന ഒരു സംശയമാണ് അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ്, പഠിച്ചതൊക്കെ മറന്നു പോകുന്നു. അതുപോലെ തന്നെ എവിടെ വരെ പഠിച്ചു, എന്തൊക്കെ ഇനി പഠിക്കാനുണ്ട് എന്നുള്ളതൊന്നും അറിയില്ല. ആകെപ്പാടൊരു കൺഫ്യൂഷൻ, ഇവിടെ എന്തൊക്കെ പഠിച്ചു കഴിഞ്ഞൊന്നും മനസ്സിലാവുന്നില്ല, ഇനി പഠിക്കാനുണ്ടോ, ആകെപ്പാടൊരു ടെൻഷനും ആദ്യമൊക്കെ. അതൊക്കെ മാറ്റാനുള്ള ഒരു സിസ്റ്റത്തിലേക്കാണ് ഇനി ഞാൻ പറയാൻ പോണത്. അപ്പോൾ നമുക്ക് ഇനി അതിലേക്ക് കിടക്കാം. ശ്രദ്ധിച്ച് കേൾക്കാം കേട്ടോ. ആദ്യം തന്നെ മക്കൾ ഇതാ ഡു ആൻഡ് ഡോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ തന്നിട്ടുണ്ട്. ചില സാധനങ്ങൾ നമ്മൾ ചെയ്യണം, ചില സാധനങ്ങൾ ചെയ്യരുത്. ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ റിസൾട്ട് പകുതിയായിട്ട് കുറയും കേട്ടോ. സോ നോക്കൂ, നമ്മൾ നന്നായിട്ട് ഡ്രിങ്കിങ് വാട്ടർ അല്ലേ, നന്നായിട്ട് വെള്ളം കുടിക്കണം. ഇടക്കിടക്ക് കുടിക്കുക. ഒരു ദിവസം എന്ത് ചെയ്യുക, പരമാവധി നിങ്ങളെ കൊണ്ട് എത്ര വെള്ളം കുടിക്കാൻ പറ്റും അത്രത്തോളം വെള്ളം കുടിക്കുക. കുറയ്ക്കരുത് കേട്ടോ. 5 ലിറ്ററിന് മേലെങ്കിലും കുടിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ എന്താ, ഈ ലിറ്ററിന്റെ കണക്കൊന്നും നോക്കണ്ട, മാക്സിമം കുടിച്ചോണ്ടി. ഓക്കെ, നിങ്ങൾക്ക് തോന്നുമ്പോഴും തോന്നാത്തപ്പോഴൊക്കെ വെള്ളത്തിനും ഇപ്പം ദാഹിക്കുന്നൊന്നുമില്ല. ദാഹിക്കുന്ന സമയത്ത് മാത്രമല്ല കുടിക്കേണ്ടത്, ഇടക്കിടക്ക് കുടിക്കുക. കാരണം അത് നമ്മൾ വേർത്തില്ലെങ്കിലും വേർത്താലും നമ്മുടെ ശരീരത്തിന് ഇങ്ങനെ വെള്ളം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യുക. പിന്നെ പ്രോപ്പർ ഫുഡ്, ഞാൻ പറഞ്ഞ മാതിരി നല്ല വൈറ്റമിൻ അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുക. ഉച്ചക്ക് നല്ല ചോറ് കഴിക്കുക. ഇടയ്ക്ക് ആഴ്ചയിൽ 1-2 ദിവസമൊക്കെ ചിക്കനൊക്കെ കഴിച്ചോ, മീൻ കഴിക്കുക. അതേപോലെ തന്നെ എന്താ നമ്മുടെ ഭക്ഷണത്തിലിടക്ക് മുട്ടയൊക്കെ ഉൾപ്പെടുത്തുക. പിന്നെ അതേപോലെ തന്നെ പച്ചക്കറികൾ ഉൾപ്പെടുത്തുക. നല്ല നല്ല എന്താണ് പയറുകളും മറ്റുള്ളതൊക്കെ ആയിട്ടുള്ള പച്ചക്കറികൾ ഉൾപ്പെടുത്തുക. പിന്നെ ഈ 10 മണിൻ്റെ ഭക്ഷണത്തിലും വൈകുന്നേരത്തെ ഭക്ഷണത്തിലൊക്കെ മുളപ്പിച്ച ഭക്ഷണങ്ങൾ, അതായത് പയറ്, അത് ചെറുപയർ, കടല, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി ഉപയോഗിക്കുക. പിന്നെ അതേപോലെ തന്നെ ഡ്രിങ്ക്സ് ആയിട്ട് മറ്റേ എന്താ ഓട്സുകൾ, അതേപോലെ തന്നെ നമ്മുടെ ജ്യൂസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് ദഹിക്കുന്ന സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെ കഴിക്കുക, അല്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭക്ഷണം ചവച്ചരച്ച് തന്നെ കഴിക്കുക. പിന്നെ വർക്കൗട്ട് മുടങ്ങാതെ തന്നെ ചെയ്യണം. വർക്കൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഉണ്ടാവുള്ളൂ. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് വ്യായാമങ്ങൾ ചെയ്യുക. വേർക്കുന്നത് വരെ ഒന്നുകിൽ ചാടി കളിക്കുക, അല്ലെങ്കിൽ ഓടി കളിക്കാം, അതല്ലെങ്കിൽ പുഷപ്പ് എടുക്കാം, പുള്ളപ്പ് എടുക്കാം. വെയിറ്റ് എടുക്കരുത്. വെയിറ്റ് എടുക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല, അതിനുള്ള പ്രായമല്ല. അപ്പോൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നിങ്ങളുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് കറക്റ്റായിട്ട് നടക്കാവുന്ന ഇതിൽ മാത്രം, കളികളിൽ മാത്രം ഏർപ്പെടാം. വൈകുന്നേരങ്ങളിൽ ഫുട്ബോൾ കളിക്കാനൊക്കെ പോകുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ പ്രോപ്പർ റെസ്റ്റ് കൊടുക്കുക, നല്ല സ്ലീപ്പും കൊടുക്കുക. അതായത് ഓരോ ഇത് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം, പഠനം ഒരു ജോലിയാണ് നിങ്ങളുടേത്. അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാലും ഒരു 5 മിനിറ്റൊക്കെ റെസ്റ്റ് കൊടുക്കുക. എന്നിട്ട് അടുത്ത സബ്ജക്റ്റിലേക്ക് കിടക്കുക. അതേപോലെ തന്നെ രാത്രി ഉറങ്ങുന്ന സമയം വേറെ ഒന്നും ആലോചിക്കരുത്. നല്ല അടിപൊളിയായിട്ട് അന്തസ്സായിട്ട് ഉറങ്ങുക. ഓക്കെ, ആ ഉറങ്ങുന്ന സമയത്ത് പിന്നെ അത് ആക്കി ഇത് നോക്കി പുസ്തകം നോക്കി അത് നോക്കി ഒന്നും ചെയ്യരുത്. കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഉറക്കത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, അതായത് പഠിക്കുമ്പോൾ പഠനം മാത്രം, തിന്നുമ്പോൾ തിന്നൽ മാത്രം, അതേപോലെ തന്നെ ഉറങ്ങുമ്പോൾ ഉറക്കം മാത്രം. അല്ലാതെ പഠിക്കുമ്പം തിന്നരുത്, തിന്നുമ്പോൾ ഉറങ്ങരുത്, തിന്നുമ്പോൾ പഠിക്കരുത്. അതുകൂടി ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഡോൺസ്, ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഒന്ന് മൊബൈൽ ഫോൺ. ഞാൻ പറഞ്ഞു മൊബൈൽ ഫോൺ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഒഴിവാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ റിസൾട്ട് കിട്ടുള്ളൂ. ഇനി തീരെ ഒഴിവാക്കാൻ പറ്റാത്ത അഡിഷൻ ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു 5-10 മിനിറ്റ് ഉപയോഗിച്ചോ എന്ന് ഞാൻ പറയില്ല. നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് കേട്ടോ. ഇനി അടുത്ത റിലേഷൻഷിപ്പുകളാണ്. ലവ്, ബെസ്റ്റി, തേങ്ങ, മാങ്ങ, ഇങ്ങനെയുള്ള വിട്ട് പിരിയാൻ പറ്റാത്ത പല സാധനങ്ങൾ നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തോന്നും, പക്ഷേ അതൊക്കെ ഈ പരീക്ഷാ സമയത്ത് ഒഴിവാക്കിയാലേ ഹബീബി നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. ഒഴിവാക്കിക്കോ, നിങ്ങൾക്ക് A+ വേണമെന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളി. പിന്നെ ഡ്രഗ്സ്, പലതരത്തിലുള്ള വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഉണ്ടാവും.
ആവാം, അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കണ്ട. ചില കുട്ടികളുടെ വിചാരമുണ്ട് ഡ്രഗ്സിലുള്ള ചില സാധനങ്ങൾ, ചില ഡ്രഗ്സുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പഠിക്കാനുള്ള എനർജി കൂടും, എനർജി കിട്ടും, ഉറക്കം കിട്ടൂല എന്നൊക്കെ വിചാരിക്കുന്ന കുറേ കുട്ടികളുണ്ട്. വെറും മണ്ടത്തിലാണ്. അതൊക്കെ ഉപയോഗിച്ചാൽ താൽക്കാലിക എനർജി മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ബ്രെയിൻ ഇങ്ങനെ വീക്കാക്കി കൊണ്ടേയിരിക്കുക. പഠിച്ചൊക്കെ പെട്ടെന്ന് നമ്മൾ മറന്നുപോകും, പ്രശ്നങ്ങളുണ്ടാവും, ശാരീരികമായ പ്രശ്നങ്ങളുണ്ടാവും, ചിലപ്പോൾ തലകറങ്ങി വീഴും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഡ്രഗ്സുകളൊക്കെ ഒഴിവാക്കുക. പിന്നെ ഫാസ്റ്റ് ഫുഡ് ഒരിക്കലും കഴിക്കരുത്. പുറത്തൊക്കെ പോയിട്ടുള്ള ഭക്ഷണമൊക്കെ നമുക്ക് പിന്നെ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് ഹോട്ടൽ ഭക്ഷണങ്ങൾ, പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ, ലേസ്, തേങ്ങ, മാങ്ങ, സീപ്പപ്പ്, ബബിൾക്കം, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ വെറുതെ നമ്മുടെ ശരീരത്തിന് കേടാക്കുന്ന, മൈൻഡ് കൊള്ളാക്കുന്ന കുറേ ഭക്ഷണങ്ങളുണ്ട്. അതൊക്കെ ഈ പരീക്ഷാ സമയത്തെങ്കിലും മക്കൾ ഒഴിവാക്കുക. പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ കാട്ടിക്കൂടി, അത് നിങ്ങൾ വിധി. ഇതിനടുത്തെന്താ കോഫി, ടീ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊക്കെ നമ്മുടെ മൈൻഡിനെ തളർത്തുന്ന ഘടകങ്ങളാണ്. അതൊക്കെ ഒഴിവാക്കുക. പിന്നെ ഹെവി വർക്കൗട്ട് ഒരിക്കലും ചെയ്യരുത്. ഹെവി ആയിട്ടുള്ള കളികളും, അതായത് കയ്യും കാലും ഒടിക്കുന്ന ഗെയിമുകൾ കളിക്കരുത്. വെയിറ്റ് ഒക്കെ എടുത്തിട്ടുള്ള ഹെവി വർക്കൗട്ടുകൾ നിങ്ങൾ ചെയ്യരുത്. പിന്നെ മൂവി, റീൽസ്, ഗെയിംസ്, ഇങ്ങനെയൊക്കെയുള്ള നമ്മളെ എന്ത് ചെയ്യുന്ന ആശങ്കയുണ്ടാക്കുന്ന, നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന, നമുക്ക് ആവേശം ഉണ്ടാക്കുന്ന, നമ്മുടെ മൈൻഡ് മാറ്റിമറിക്കുന്ന ഇത്തരത്തിലുള്ള പല പരിപാടികളും നമ്മുടെ മൊബൈലും ടി വിയിലൊക്കെ ഉണ്ട്. അതൊന്നും ഉപയോഗിക്കരുത്, കാണരുത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മക്കൾ ചെയ്തു കഴിഞ്ഞാൽ മക്കൾ ഫിസിക്കലി ആൻഡ് മെന്റലി ഔട്ട്ഫിറ്റ് ആവും. ഇനി ഞാൻ പറയുന്നത് എന്താ വിചാരിച്ചാൽ, മക്കളൊരു 200 പേജിൻ്റെ നോട്ട്ബുക്ക് എടുക്കണം. എന്തിനാണെന്ന് അറിയാം മക്കളെ? എന്നിട്ട് നിങ്ങൾ ഓരോ ദിവസവും പഠിക്കുന്ന ചാപ്റ്ററുകൾ ഏതാണ്, സബ്ജക്റ്റ് ഏതാണ് എന്നൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കാനാണ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഹിസ്റ്ററി എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്ററിയിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ ഇതാണ്, റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് മലയാളം മീഡിയക്കാർക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പേജ് ഹിസ്റ്ററിയിൽ നമുക്കറിയാം, ഹിസ്റ്ററിയും ജോഗ്രഫിയും കൂടിയിട്ട് നമുക്ക് 15 ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഹിസ്റ്ററി എന്ന സൈഡിൽ ഒരു പേജിൽ എഴുതി വെക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു 15 പേജ് നിങ്ങൾ വിടുക. അത് കഴിഞ്ഞിട്ട് പിന്നെ സോഷ്യൽ സയൻസ് എന്ന് എഴുതിയിട്ട് ഒരു 15 പേജ് വിടുക. അതായത് 15 ചാപ്റ്ററുകൾ ഉണ്ട്. ആ 15 ചാപ്റ്ററിലെ കാര്യങ്ങളാണ് അതിൽ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബയോളജി വന്നു കഴിഞ്ഞാൽ ബയോളജിയിൽ 8 ചാപ്റ്റർ. അപ്പോൾ ഒരു 8 പേജ് ഒഴിവാക്കുക. 8 പേജ് പറഞ്ഞാൽ പുറത്തും കൂടി ഒഴിവാക്കിയാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സൈഡ് മാത്രമാണ്, അങ്ങനെ ഒഴിവാക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇംഗ്ലീഷ് ആണ്, ഇംഗ്ലീഷിന് എത്ര ചാപ്റ്റർ ഉണ്ട് അത് മാറ്റിയേക്കാം. മാത്സ് ആണെങ്കിൽ 10 പേജ് ഒഴിവാക്കുക. കെമിസ്ട്രി ആണെങ്കിൽ 7 പേജ് ഒഴിവാക്കുക. അങ്ങനെ എത്ര ചാപ്റ്ററുകൾ നമുക്ക് പഠിക്കാനുണ്ടോ അനുസരിച്ച് ഓരോ ചാപ്റ്ററിനും ഓരോ പേജ് എന്നുള്ള രീതിയിൽ മാറ്റി വെക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററിയിലെ ഫസ്റ്റത്തെ പേജിൽ നമ്മൾ എഴുതുന്നു റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ്. എന്നിട്ട് നമ്മൾ ആ പേജിൽ എന്ത് ചെയ്യുന്നു, അതിലൊരു പേജ് നമ്മൾ ഒഴിവാക്കില്ല. ആ പേജിൽ 5 റെവല്യൂഷൻസ് ആണ് ആ ചാപ്റ്ററിന് പഠിക്കാനുള്ളത്. അമേരിക്കൻ, ഫ്രഞ്ച്, ലാറ്റിൻ അമേരിക്കൻ, റഷ്യൻ, ചൈനീസ് 5 റെവല്യൂഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ, ഇന്നാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്നതെന്ന് വിചാരിച്ചോ, ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം അമേരിക്കൻ റെവല്യൂഷൻ പഠിച്ചു എന്ന് വിചാരിച്ചോ. അമേരിക്കൻ റെവല്യൂഷൻ പഠിച്ചു കഴിഞ്ഞാൽ, പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ ഒന്ന് എഴുതി നോക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് മറക്കാതിരിക്കാൻ നല്ലതാണ്. വായിച്ച് പഠിക്കുന്നതിനേക്കാൾ ബെനിഫിറ്റ് ആണ് ഒന്ന് പഠിച്ചതിന് ശേഷം അതൊന്ന് എഴുതി നോക്കുന്നത്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ്, ഹിന്ദി ഇങ്ങനെയൊക്കെ എഴുതി നോക്കുക. മാത്സ് ഒക്കെ എന്തായാലും എഴുതി തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അമേരിക്കൻ റെവല്യൂഷൻ പഠിച്ചു എന്ന് വിചാരിച്ചോ. അപ്പോൾ ടിക്കറ്റ് നമുക്ക് സമാധാനമായി. ഇനി 4 ഉള്ളൂ. നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡപ്പ് ആവും. അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അന്ന് തന്നെ ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷനും കൂടി പഠിച്ചു വെച്ചു. ഇത് ഓർഡർ ഒന്നുമില്ല, ഈ പേജിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, ഏതെങ്കിലും ടോപ്പിക്ക്. അപ്പോൾ നിങ്ങൾക്ക് സമാധാനമായി. ഇനി എന്തുള്ളൂ, ഫ്രഞ്ചും റഷ്യനും ചൈനീസും 3 ഉള്ളൂ. അത് ഞാൻ നാളെ പഠിക്കാം, അല്ലെങ്കിൽ അടുത്ത റൗണ്ടിൽ പഠിക്കാം എന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റി വെക്കുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത സബ്ജക്റ്റ് എടുക്കുന്നു. അടുത്ത സബ്ജക്റ്റ് ജോഗ്രഫി ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ജോഗ്രഫി എടുത്തപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ സീസൺസ് ആൻഡ് ടൈം ആണ് ഇല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാപ്റ്ററിൽ തുടങ്ങാം, എന്നാലും റെഗുലറായിട്ട് കറക്റ്റ് ലെവലിൽ തുടങ്ങുന്നതാണ് ഒന്നും കൂടി വൃത്തി. എന്തായാലും നിങ്ങൾ സീസൺ ആൻഡ് ടൈം തുടങ്ങുന്നു. അപ്പോൾ അതിൽ ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആദ്യം ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സീസൺ എന്നുള്ള ടോപ്പിക്ക് പഠിക്കുന്നു. അത് കഴിഞ്ഞ് സോൾസ്റ്റേസസ് പഠിക്കുന്നു. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ലോക്കൽ ടൈമും സ്റ്റാൻഡേർഡ് ടൈമും പഠിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി 3 ടോപ്പിക്ക് ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഇനി 1, 2, 3, 4, 5, 6, 7 ടോപ്പിക് കൂടി പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞു. നിങ്ങൾക്ക് കോൺഫിഡൻസ് ആയി. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് പഠിച്ച് അപ്പോൾ 1 മണിക്കൂറൊക്കെ അല്ലേ നമുക്കൊരു സബ്ജക്റ്റിന് ഒരു ദിവസം കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു 3 ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞു എന്നിരിക്കുക. പരമാവധി ടോപ്പിക്കുകൾ പഠിക്കുക കേട്ടോ. അത് ടിക്കിടുന്നു. പിന്നെ നിങ്ങളടുത്ത് ഇത് ഹിസ്റ്ററിത്താണ്, ഞാൻ വേറെ ചാപ്റ്ററും കൂടി കൊടുത്താണ്. നിങ്ങളിപ്പോൾ പൊതുഭരണം അതിലിപ്പോൾ ഇത്രയും ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്ക് നിങ്ങൾ പഠിച്ചപ്പോൾ റൈറ്റ് ടു ഇൻഫോർമേഷൻ എന്നുള്ള ടോപ്പിക്ക് പഠിച്ചു, റൈറ്റ് ടു സർവീസ് എന്നുള്ള ടോപ്പിക്ക് പഠിച്ചു, ബെനിഫിറ്റ്സ് ഓഫ് ഇ ഗവേണൻസ് പഠിച്ചു, ലോക്പാൽ എന്താണെന്ന് പഠിച്ചു, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ് പഠിച്ചു. ഇങ്ങനെ നമ്മൾ ആദ്യം ഒക്കെ എഴുതി വെക്കുക. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ കഴിയില്ല. നിങ്ങളുടെ സ്കൂളിലെ ടീച്ചറോടോ ട്യൂഷൻ ക്ലാസ്സിലെ ടീച്ചറോട് ചോദിച്ചൊക്കെ ഓരോ ചാപ്റ്ററിലെയും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന്. അങ്ങനെ അതൊക്കെ കറക്റ്റായിട്ട് നിങ്ങളുടെ 200 പേജിൻ്റെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. പഠിച്ചു കഴിഞ്ഞാൽ ഉടൻ ടിക്കിടുക. ടിക്കറ്റ് കഴിഞ്ഞുള്ള ഗുണം ധരിച്ചാൽ പിന്നീട് റിവിഷൻ ചെയ്യുമ്പോഴും പരീക്ഷൻ്റെ തലേന്നൊക്കെ ഇത് മാത്രം എടുത്ത് നോക്കിയാൽ മതി. നിങ്ങൾക്ക് പിന്നെ കാണാതെ പഠിക്കേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഓർമ്മ വരും എന്തൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും, ഇന്ന സാധനങ്ങളാണ്, ഇന്ന സാധനങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാം. അപ്പം പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ പഠിച്ചെന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇനി ഇംഗ്ലീഷിലേക്ക് വരികയാണെങ്കിൽ അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീ ആണല്ലോ ഫസ്റ്റ് ചാപ്റ്റർ. അപ്പോൾ അതിൽ ആദ്യം തന്നെ ചാപ്റ്റർ നന്നായിട്ട് വായിച്ചിട്ട് മീനിങ് പഠിക്കുന്നു. പിന്നെ അതിൻ്റെ സമ്മറി പഠിക്കുന്നു. അതായത് റൈറ്റപ്പ്, നറേഷന് ഇതിനൊക്കെ നമുക്ക് സമ്മറി വേണം അല്ലേ. പിന്നെ നമ്മൾ ക്യാരക്ടർ സ്കെച്ചുകൾ പഠിക്കുന്നു, ഡയറി പഠിക്കുന്നു, ലെറ്റർ പഠിക്കുന്നു. അപ്പോൾ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി അല്ലേ. പിന്നെ അതേപോലെ തന്നെ ഇനി അടുത്ത സബ്ജക്റ്റിലേക്ക് കിടക്കുമ്പോൾ ഹിന്ദി ആണെങ്കിൽ ഹിന്ദിയിൽ ബീർബൗട്ടിയാണ്. ചാപ്റ്റർ നന്നായിട്ട് വായിച്ചിട്ട് മീനിങ് പഠിക്കണം അല്ലേ. ഹിന്ദിയിൽ ഇമ്പോർട്ടൻറ്റ്, ഹിന്ദിയിലും ഇംഗ്ലീഷിലും മീനിങ് പഠിക്കൽ
നിർബന്ധമാണ്. പിന്നെ ഡയറി വരാൻ സാധ്യതയുള്ള ഡയറികൾ നോക്കുന്നു, പട്കഥ നോക്കുന്നു, ചരിത്രവിശേഷം എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ സ്കെച്ചാണ്, അത് നോക്കുന്നു, പത്രം നോക്കുന്നു, ടിപ്പണി അല്ലേ, ഇതൊന്ന് ദോസ്തി കെ ബാരെ മേമില്ല, അതായത് സൗഹൃദത്തെക്കുറിച്ചൊക്കെ ഒരു ടിപ്പണിയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നു. അപ്പോൾ ഹിന്ദി കംപ്ലീറ്റ് ആവുന്നു അല്ലേ. അത് എല്ലാം കൂടി പഠിക്കണം എന്നില്ല, നിങ്ങൾക്ക് ഇപ്പം ഡയറി പഠിച്ചാൽ വേറെ ദിവസം ലെറ്റർ പഠിക്കുക, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടം. മാക്സിമം പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കാമെന്ന് മാത്രം. ഒരു 1 hourലേ നമുക്ക് കിട്ടുള്ളൂ. ദെൻ അടുത്ത് പിന്നെ നമ്മുടെ ബയോളജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതേമാതിരി തന്നെ ജനറ്റിക്സ് ഓഫ് ഫ്യൂച്ചർ, നാളെയുടെ ജനിതകം എന്നുള്ള ചാപ്റ്റർ, 7ാമത്തെ ചാപ്റ്റർ എന്താണ്, ആ ചാപ്റ്ററാണ് നിങ്ങൾ പഠിക്കുന്നെങ്കിൽ അതിന് ഇത്രയും ടോപ്പിക്കുകളുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ എന്താ വെക്ടറിനെ കുറിച്ച് പഠിക്കുന്നു, അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ്, ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ടോപ്പിക്കുകൾ പഠിക്കുക. ആ ടോപ്പിക്ക് ടിക്ക് ചെയ്യുക, പിന്നെ ബാക്കിയുള്ളത് മാറ്റി വെക്കുക, അടുത്ത ദിവസം പഠിക്കുക. ഇങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾ കറക്റ്റ് ലെവലിൽ പഠിച്ചു പോയാൽ മക്കളെ നിങ്ങൾക്ക് എന്തൊക്കെ പഠിച്ചു എന്ന് കൃത്യമായ ധാരണ ഉണ്ടാവും, ഒന്നും നിങ്ങൾ മറക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ കൃത്യമായിട്ട് പഠിച്ചിട്ട് A+ വാങ്ങുന്നതിന് ഉറപ്പുണ്ട്. A+ വാങ്ങിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് വരണം. ഓക്കെ, അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.